വ്യാജ തരീഖത്തുകാർ കൊണ്ടുപോയി പിഴപ്പിക്കുന്നു. തെളിവെന്താണ്? തെളിവ് ഖുർആൻ. സഹോദരന്മാരെ, അപ്പൊ ഈ ലോകത്ത് ഏതെല്ലാം കക്ഷികൾ, എന്നിട്ടോ അവർ പറയുന്നത് എന്താണ്? അത്തരം വ്യാജ തരീഖത്തിനെതിരെ ഒരു പണ്ഡിതൻ സംസാരിച്ചാൽ ആ പണ്ഡിതൻ ഔലിയാക്കളെ നിന്ദിച്ചു, അവൻ കാഫിറായി പോയി അവനും പ്രഖ്യാപിക്കുകയാണ്. മുഴുവൻ കക്ഷികളും കാഫിറാക്കൽ പ്രസ്ഥാനമായിട്ടല്ലേ ഇവിടെ നടക്കുന്നത്? അതുകൊണ്ട് തന്നെ പറയട്ടെ, എന്താണ് ഈമാൻ, എന്താണ് തൗഹീദ്? അത് മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊരു നബിക്കും തർക്കമില്ല, ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തൗഹീദിന്റെ കാര്യത്തിൽ, ഈമാനിന്റെ കാര്യത്തിൽ തർക്കമില്ല. അസ്ലുഹാ സാബിതുൻ വഫർഹാ ഫിസ്സമാഇ. അതിന്റെ മുരട് അത് അതാ ഭൂമിയിൽ താഴ്വേരിറങ്ങി നിൽക്കുകയാണ്, ചലനമില്ല, അചഞ്ചലമാണ് തൗഹീദ്. ഖുർആന പറയുന്നു. അതിന്റെ ഫറഅ്, അതിന്റെ കൊമ്പിങ്ങനെ പടർന്നു വന്നിരിക്കുകയാണ്. എപ്പോഴും അതിന്റെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തൗഹീദിന്റെ കലിമത്ത്. അത് അചഞ്ചലമാണ്. ബിഇദ്നി റബ്ബിഹാ. ആ മരത്തെ ഉദാഹരണമാക്കി അല്ലാഹ് പറയാണ്, ബിഇദ്നി റബ്ബിഹാ. മരം പഴം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പടച്ചവൻ കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ്, പടച്ചവന്റെ ഉദ്ദേശപ്രകാരമാണ്. അതേ ജനങ്ങൾക്ക് അല്ലാഹു തആല മോഡലുകൾ പറഞ്ഞു കൊടുക്കുന്ന ഉത്ബുദ്ധരാകാനാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല തൗഹീദിനെതിരായ ആശയങ്ങളെ സംബന്ധിച്ച് പറയാണ്, മോശമായ വചനങ്ങളുടെ മോഡല്. അതേ കലിമത്തു തൗഹീദിന് പകരം മറ്റുള്ളവരെ കാഫിറാക്കുന്ന ചീത്തവാക്കുകള്, അതുപോലെ തന്നെ സുന്നികൾ മുശ്രിക്കാണെന്ന് പറയുന്ന ചീത്തവാക്കുകള്, അമ്പിയാക്കൾ അല്ലാഹ്ക്ക് ഭയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ചീത്തവാക്കുകള്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ചീത്തവാക്കുകള്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിന്ദിക്കുന്ന ചീത്തവാക്കുകള്, അത്തരം എല്ലാ ചീത്തവാക്കിനും ബാധകമാണ്. അതേ സത്യനിഷേധത്തിന്റെ വചനങ്ങൾ, ആ വചനത്തിന്റെ ഉപമ കസജറത്തിൻ ഖബീസത്തിൻ ജുതുസ്സത്തിൻ മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ. അല്ലാഹ് പറയുകയാണ്, സുസ്ഥിരതയില്ലാത്ത വെറും പടർന്നു കിടക്കുന്ന ഒരു സത്യം പോലെയാണത്. ഒരു കാല് കൊണ്ടങ്ങ് തട്ടുമ്പോൾ അതങ്ങ് നീങ്ങിപ്പോവുകയാണ്, അതിനൊരിക്കലും തന്നെ സുസ്ഥിരതയില്ല. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്, ശരിയായ ഈമാനുള്ള കക്ഷികളോ ശരിയായ തൗഹീദുകാരോ അവരൊന്നും ഭയപ്പെടേണ്ടതില്ല. അവരെ തൗഹീദ് അചഞ്ചലമാണ്. ദുനിയാവിലും അവർക്കൊരിക്കലും മാറ്റി പറയേണ്ടി വരൂല, ആഖിറത്തിലും മാറ്റി പറയേണ്ടി വരൂല. അല്ലാഹ് പറയാണ്, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ. ശരിയായ ഈമാനുള്ള കക്ഷികളെ അല്ലാഹു സുസ്ഥിരമാക്കി നിർത്തും. ബിൽ ഖൗലി സാബിത്. സുസ്ഥിരമായ വചനം കൊണ്ട് ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വരൂല. ഫിൽ ഹയാത്തി ദുനിയാ. ദുനിയാവിലെ ജീവിതത്തിലും മാറ്റി പറയേണ്ടി വരൂല. വഫിൽ ആഖിറതി. ആഖിറത്തിലും അവർ മാറ്റി പറയേണ്ടി വരൂല. അവർക്ക് സുസ്ഥിരമായ വാചകമാണ്. വയുദില്ലുല്ലാഹു ളാലിമീൻ. അക്രമം ചെയ്തവരെ അല്ലാഹ് പഴപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ കേട്ടോ, 30 കൊല്ലം മുമ്പ് കടവത്തൂരിൽ പേരോട് പ്രസംഗിക്കുമ്പോൾ പറയുന്ന തൗഹീദ് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. 1400-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തൗഹീദ് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ തൗഹീദ് എന്താണോ അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും പറഞ്ഞത്. ആ തൗഹീദിന്, ഈ തൗഹീദിന്റെ കലിമത്തിന് ചാഞ്ചല്യമില്ല, മാറ്റങ്ങളില്ല. ഖുർആൻ തന്നെ പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ. ഓ നബിയെ, തങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏത് റസൂലിനെ പറഞ്ഞേച്ചിട്ടുണ്ടോ ആ മുർസലീങ്ങളെ എല്ലാം പറഞ്ഞേച്ചത് ഇല്ലാ നൂഹി ഇലൈഹി. ആ നബി റസൂലിലേക്ക് നമ്മൾ വഹി അറിയിച്ചുകൊണ്ട് മാത്രമാണ്. എന്താണ് വഹി അറിയിച്ചത്? അമ്പിയാക്കളെ വിളിക്കരുത് എന്നാണോ? ഔലിയാക്കളെ വിളിക്കരുത് എന്നാണോ? മഖബറയെ പോകരുത് എന്നാണോ? എന്താണ് അമ്പിയാക്കളെ പഠിപ്പിച്ച തൗഹീദ്? അല്ലാഹ് പറയുന്നത്, അന്നഹു ലാ
ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല എന്നതാണ് എല്ലാ മുർസലീങ്ങളെയും പഠിപ്പിച്ച് പറഞ്ഞേച്ച ആശയം. ഫഅ്ബുദൂൻ, അതുകൊണ്ട് എനിക്ക് മാത്രം നിങ്ങൾ ആരാധന നടത്തണേ, ആരാധന എനിക്ക് മാത്രമാകണം. ഇതാണ് സർവ്വ അമ്പിയാക്കളെയും പറഞ്ഞേച്ച തൗഹീദ്. വേറെ ഏതെങ്കിലും കക്ഷികൾ പറഞ്ഞതുപോലെ, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ട് ചെയ്യരുത് നല്ല തൗഹീദ്, മുജാഹിദ് പറഞ്ഞതുപോലെ മഖ്ബറയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം ആഗ്രഹിച്ച് മദീനയിൽ പോകരുത് നല്ല തൗഹീദ്, അതുപോലെ തന്നെ ഒരു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടരുത് നല്ല തൗഹീദ്, അതുപോലെ മഖ്ബറക്ക് മഹത്വമുണ്ടെന്ന് വിശ്വസിക്കരുത് എന്നല്ല തൗഹീദ്, സിഹ്ർ ഫലിക്കൂലാന്ന് വിശ്വസിക്കലല്ല തൗഹീദ്, ഫലിക്കൂന്ന് പറയലുമല്ല തൗഹീദ്. സഹോദരങ്ങളെ, എന്താണ് തൗഹീദ്? ഖുർആൻ പറയുന്നു സർവ്വ മുർസലീങ്ങളെയും പറഞ്ഞേറ്റത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുവീൻ. ഈ ആശയവുമായിട്ടാണ് സർവ്വ മുർസലീങ്ങളും വന്നത്. അതിന് ചാഞ്ചല്യമില്ല, മാറ്റമില്ല, അതിന് തമ്മിലടിയില്ല, തർക്കമില്ല. ഇനി സുഹൃത്തുക്കളെ, അല്ലാഹ് പറയാണ്, എന്നാൽ ആ അമ്പിയാക്കളെ കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച മുശ്രിക്കുകളുണ്ട്. ആ മുശ്രിക്കുകൾ എന്ത് പറഞ്ഞു? വഖാലു തഖദർ റഹ്മാനു വലദാ, മുശ്രിക്കുകൾ പറഞ്ഞു പടച്ചവൻ സന്താനോൽപാദനം നടത്തി, പടച്ചവനും മക്കളുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാന, അവൻ അതിൽ നിന്ന് പരിശുദ്ധനാണ്. നമ്മളെപ്പോലെ അള്ളാഹിനെ കാണാൻ പറ്റൂല, നമ്മളെപ്പോലെ അള്ളാഹിനെ കാണാൻ പറ്റൂല. നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് മക്കളില്ലെങ്കിൽ ആളുകൾ പറയേ അയാൾക്ക് മക്കളൊന്നുമില്ല, അതൊരു ന്യൂനതയായിട്ടാ കാണുക. അപ്പൊ ചില ആളുകൾ എന്ന് വിചാരിച്ചു പടച്ചവന് മക്കളില്ല എന്ന് പറഞ്ഞാൽ മോശാവൂലേ, മക്കളുണ്ട് എന്ന് പറയാൻ വിചാരിച്ചു. അങ്ങനെ ഇത്തഖദർ റഹ്മാനു വലദാ, പടച്ചവന് മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഏതുപോലെ? പടച്ചവന് അവയവങ്ങളില്ല, കണ്ണില്ല, കാതില്ല, കൈയില്ല, കാലില്ല, പടച്ചവന് ഇരിക്കുന്നില്ല എന്ന് തന്നെ ഒരു മോശാവൂലേ എന്ന് വിചാരിച്ചു ചിലര്. അങ്ങനെയാണ് അവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇതുപോലെ ഒരു കൂട്ടര് വാദിച്ചു ഇത്തഖദർ റഹ്മാനു വലദാ, പടച്ചവൻ സന്താനോൽപാദനം നടത്തി എന്ന് പറഞ്ഞു. സുബ്ഹാന, അവൻ അതിൽ നിന്ന് പരിശുദ്ധനാണ്. ബൽ ഇബാദും മുക്രമൂൻ, മലക്കുകൾ ഒരിക്കലും പടച്ചവന്റെ സന്താനങ്ങളല്ല. അവരാരാണ്? കറാമത്ത് നൽകപ്പെട്ട അടിമകളാണ്, അല്ലാഹ് ബഹുമാനം കൊടുത്തിട്ടുള്ള അടിമകളാണ്, വലിയ ബഹുമാനം നൽകപ്പെട്ട അടിമകളാണ് അവർ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, ആ മലക്കുകൾ പടച്ചവനെ ഓവർടേക്ക് ചെയ്യൂല. സഹോദരന്മാരെ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? മലക്കുകളാകട്ടെ മറ്റ് മഹാന്മാരാകട്ടെ ഒരൊറ്റ വ്യക്തിക്കും അല്ലാഹുവിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല, പടച്ചവനെ സ്വാധീനിക്കാൻ കഴിയൂല. പടച്ചവന്റെ മുമ്പിൽ ഒരു വാക്ക് പോലും ഒരു മലക്കിനോ ഒരു നബിക്കോ ഒരു വലിയനോ ഒരു സാധാരണക്കാരനോ അസാധാരണക്കാരനോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ഒരു ജിന്നിനോ ഒരു ശൈത്താനിനോ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു വാക്ക് പോലും പറയാൻ സാധ്യമല്ല. എന്ത് വേണം? അല്ലാഹുവിന്റെ ഉത്തരവ് വേണം. എന്താണ് അല്ലാഹുവിന്റെ ഉത്തരവ്? ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഒരു വിഷയം ഉണ്ടാകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അവനതാ ഉണ്ടാകണം എന്ന അവന്റെ ഉദ്ദേശം. ആ ഉത്തരവില്ലാതെ, അള്ളാന്റെ ഉദ്ദേശമില്ലാതെ ഒരു മലക്കിനും ഉണ്ടാൻ കഴിയൂല, ഒരു നബിക്കും ഉണ്ടാൻ കഴിയൂല, ഒരു വലിയിനും ഉണ്ടാൻ കഴിയൂല. ഒരു ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ അതേത് പണക്കാരനോ രാജാവിനോ ലോകത്ത് ഒരു സൃഷ്ടിക്കും അനങ്ങാൻ കഴിയൂല. മലക്കുകൾ പിന്നെ പറയണോ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, അവർക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ വാക്കുകൊണ്ട് മുൻകടക്കാൻ കഴിയൂല. വഹും ബിഅംരിഹി യഅമലൂൻ, പടച്ചവന്റെ ഉത്തരവ് പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ, പടച്ചവന്റെ സന്താനമല്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരെ മുന്നിലുള്ളതും അല്ലാഹുവിനറിയാം, അവരെ പിന്നിലുള്ളതും അല്ലാഹുവിനറിയാം. വലാ യസ്റഊന ഇല്ലാ ലിമൻ ഇർതദാ, അപ്പോൾ പിന്നെ മുശ്രിക്കീങ്ങൾ വാദിച്ചു ഞങ്ങൾക്ക് കുറെ ദൈവങ്ങളുണ്ട്, ഞങ്ങൾ മലക്കുകളെ ദേവീ ദേവന്മാരെന്ന നിലക്ക് ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കുറെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ലാത്ത ഉസ്സ തുടങ്ങിയതിനെ ആരാധിക്കുന്നു.
അവരൊക്കെ ഞങ്ങൾ അവകളെ ആരാധിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അള്ളാഹുവിനോട് അവര് റെക്കമെൻഡ് ചെയ്തിങ്ങ് വാങ്ങിത്തരും. അതുകൊണ്ട് അള്ളയല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ആശയം ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ആരാധനക്ക് അർഹതയുള്ളത് പലതുമുണ്ട്. ഇവിടെ മുശ്രിക്കുകളുടെ വാദമാണ്. അങ്ങനെ ഞങ്ങൾ ആരാധിച്ചാലോ, അവകളെ ആരാധിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത അതിനെയൊക്കെ ആരാധിച്ചിട്ട് അവർ പറയാണ് ഞങ്ങൾ അള്ളാഹനെ ആരാധിക്കേണ്ടതില്ല, അള്ളാഹ് മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ സമ്മതിക്കൂല. കാരണം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അള്ളാഹിനോട് ചോദിച്ചിട്ട് വാങ്ങിത്തരാൻ, ഇവിടെ പടച്ചവനെ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട് എന്നവർ വാദിച്ചു. ആ വാദിച്ച കക്ഷികൾക്ക് അല്ലാഹ് മറുപടി പറയാണ്, വലാ യസ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. ഒരൊറ്റ മലക്കും ഒരു നബിയും ഒരു വലിയും ഒരാളും തന്നെ അല്ലാഹ് പൊരുത്തപ്പെടാത്തവർക്ക് ശഫാഅത്ത് ചെയ്യൂല. അല്ലാഹ് പൊരുത്തപ്പെടാത്തവർക്ക് ശഫാഅത്ത് ചെയ്യൂല. അല്ലാഹ് പൊരുത്തപ്പെടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിൽ ശരിയായ വിശ്വാസം വേണം. അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസമല്ലേ ഈമാൻ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വിശ്വാസമില്ലാത്ത ഒരൊറ്റ മനുഷ്യരും അല്ലാഹ് പൊരുത്തപ്പെട്ടവരല്ല. അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരൊറ്റ മനുഷ്യർക്കും ഒരു മലക്കോ ജിന്നോ, ഒരു നബിയോ ഒരു വലിയോ ഒരാളും ശഫാഅത്ത് ചെയ്യൂല. വഹും മിൻ ഖസിയതിഹി മുസ്ഫിഖൂൻ. അവരെല്ലാം സർവ്വ അമ്പിയാക്കളും മലക്കുകളും ഒക്കെ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പടച്ച റബ്ബിന് സന്താനങ്ങളുണ്ടെന്ന് വാദിച്ചു. അതിന്റെ പുറമേ അവരുടെ ദൈവങ്ങൾ, ആ ദൈവങ്ങളെ അവർ കൈയൊഴിക്കാൻ തയ്യാറായില്ല. അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു അജഅലൽ ആലിഹത ഇലാഹം വാഹിദ. മുഹമ്മദ് വന്നിട്ട് കുറെ ദൈവങ്ങളുള്ളത് ഒറ്റ ദൈവമാക്കുകയാണോ? അത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് അവർ വാദിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതേ സമയത്ത് അല്ലാഹുവിൽ വിശ്വസിക്കണം. അതില്ലാതെ ഒരു മനുഷ്യരും തന്നെ ഒരു മഹാന്റെയും ശഫാഅത്ത് കിട്ടൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷേ ഞാൻ വേദനയോടെ പറയട്ടെ, ലോക മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാണെന്ന് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ച ഒരു കൂട്ടര് അല്ലാഹു തആല അവരെ സന്മാർഗത്തിലാക്കട്ടെ. അവരെ സന്മാർഗത്തിലാക്കുന്നില്ലെങ്കിലും അവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചു പെട്ടുപോയ സാധാരണക്കാരുണ്ട്. അവരിൽ പലരും ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ സംബന്ധക്കാർ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ കൂടെ പലപ്പോഴും പല രംഗത്തും ഉണ്ടാകുന്നവർ, അങ്ങനെയുള്ള പലരും ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയവരുണ്ട്. അവർക്കൊക്കെയും നീ സത്യം ബോധ്യപ്പെടുത്തി നന്നാക്കണേ അല്ലാഹ്. പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, എന്ത് ചെയ്തു എന്നറിയോ? പഴയ കാലം മുതലേ സഹാബത്തിനെ മുശ്രിക്കാക്കി പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞില്ലേ? ഇമാമിങ്ങളെ ശിർക്ക് ചെയ്തവരായി പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞില്ലേ? പുത്തൻവാദികള് അതേ ഡ്യൂട്ടി എടുക്കാൻ തീരുമാനിച്ച കക്ഷികൾ എന്ത് ചെയ്തു? നമ്മളെ വിശ്വാസത്തെ, നമ്മൾ വിശ്വസിക്കാത്ത ചില വിശ്വാസങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അബൂജഹലിന് ഇല്ലാത്ത ചില ഗുണങ്ങളുണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് രണ്ടും കൂടി ഒന്നാക്കാൻ ശ്രമിച്ചു. അബൂജഹലിന് ഇല്ലാത്ത കുറെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു, നമുക്കില്ലാത്ത കുറെ വിശ്വാസം ഉണ്ടെന്ന് കെട്ടിവെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളൊക്കെ മുശ്രിക്കീകളാണെന്ന് പ്രഖ്യാപിച്ചു. അല്ലാഹു തആല അവരെ ശർറിൽ നീ ഉമ്മത്തിനെ കാക്കട്ടെ. ഞാനത് നിങ്ങൾക്ക് കേൾപ്പിക്കാം, ശരിക്ക് കേട്ടോളൂ. അബൂജഹല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല, കാപട്യം പറഞ്ഞതല്ല. പേരോട് കാപട്യം കാണിക്കും പോലെ മക്കത്തെ മുശ്രിക്ക് കാപട്യം കാണിച്ചതല്ല. അതവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാട് ഉള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. ഇത് നാദാപുരത്തുനിന്ന് പലപ്പോഴായി പ്രസംഗിച്ച ഈ വാദത്തിൽ അദ്ദേഹം ഉന്നയിച്ച വാചകങ്ങളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസ്, ബുഖാരിയിലെ ഹദീസ് സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അൻതുമിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശരിഹി. ആറ് ഈമാൻ കാര്യം പറഞ്ഞു. ഒന്നാമത്തെ അൽ ഈമാനു ബില്ലാഹ്, അൻതുമിന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കണം. എന്തിനാണ് അല്ലാഹുവിൽ വിശ്വസിക്കാന്ന് പറയുന്നത്? അല്ലാഹ് ഉണ്ട് എന്ന് പറയല, അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാവോ? ഒരാൾ പറഞ്ഞു ഹിന്ദു മതം ഉണ്ട്, അയാൾ ഹിന്ദു മതത്തിൽ വിശ്വസിച്ചോ? ഒരാൾ ക്രിസ്തു മതം ഉണ്ട്, അയാൾ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചോ? ഒരു ഹൈന്ദവൻ പറഞ്ഞു ഇസ്ലാം മതം ഉണ്ട്, അയാൾ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചോ? ഉണ്ട്, അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാകുമോ? ആകാശം ഭൂമി പറ്റി ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് എന്ന് പറയും മുശ്രിക്കുകൾ. അവിടെ അല്ലാഹുവിൽ വിശ്വസിക്കലാവോ? അല്ലാഹുവിൽ വിശ്വസിക്കൽ എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് വിശ്വസിച്ച് അംഗീകരിക്കണം. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. അത് അബൂജഹലിന് ഉണ്ടായിട്ടില്ലെന്നറിയാത്ത മുസ്ലിമുണ്ടോ? ആകയാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് അബൂജഹലിന് അല്ലാഹുവിൽ വിശ്വാസമില്ലെന്ന് ഉറപ്പിക്കൽ നിർബന്ധമാണ്. അബൂജഹലിനെ നന്നാക്കിയത് എന്തിനാണ്? ഞമ്മളെ വടക്കാക്കാനാണ്, ഞമ്മള് മുസ്ലിക്കാന്ന് വരാനാണ് ഇത് പറഞ്ഞു വെച്ചത്. എന്നിട്ടോ നമ്മളെ പേരിൽ ഇല്ലാത്ത കുറെ വാദങ്ങൾ കെട്ടിപ്പറഞ്ഞു, നമ്മളെ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാക്കി. ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ. തൗഹീദ് എന്ന് പറയുന്നത് അതേ ഇമാം ബുഖാരിയുടെ കിതാബ് തൗഹീദ് നോക്കിയാലും ഏത് ഹദീസോ ഖുർആനോ നോക്കിയാലും തൗഹീദ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമാണ്. അല്ലാഹ് അല്ലാതെ ആരാധനക്ക് അർഹനില്ല. സുഹൃത്തുക്കളെ, അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ആരാധന എന്ന് പറയുന്നത്? എല്ലാ ബഹുമാനവും ആരാധനയാണോ? ഒരിക്കലും അല്ല. നമ്മൾ കഅബത്തിന്റെ അടുക്കൽ പോയി കഅബ ഇങ്ങനെ ചുറ്റുന്നു. കല്ല് കൊണ്ടുണ്ടാക്കിയൊരു ബിൽഡിംഗ് ആണത്. പക്ഷെ അതിനെ ചുറ്റൽ കഅബത്തെ ബഹുമാനിക്കലാണ്, കഅബത്തിനെ ആരാധിക്കലല്ല. കഅബയുടെ മൂലയിലതാ ഒരു കല്ല് ഹജറുൽ അസ്വദ്, അത് തൊട്ട് ചുംബിക്കുന്നു, നേരെ തന്നെ ചുംബിക്കുന്നു, നെറ്റി വെക്കുന്നു, തൊടാൻ കഴിഞ്ഞാൽ തൊട്ടിട്ട് കൈ ചുംബിക്കുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കൈ തന്നെയാണ് ചുംബിക്കുന്നത്. അതിനെ തൊട്ടപ്പോ കൈക്കൊരു ബഹുമാനാണ്. കൈ ചുംബിക്കുന്നു, തൊടാൻ കഴിയുന്നില്ല, കൈ കൊണ്ട് ചൂണ്ടിയിട്ട് ചുംബിക്കുന്നു. ഇത് കല്ലിനെ ആരാധിക്കലാണോ? അല്ല. എന്തുകൊണ്ട്? ബഹുമാനിക്കലാണ്. ആരാധനയാകണമെങ്കിൽ വെറും കേവലം ബഹുമാനം ആരാധനയല്ല. ആരാധനയാകണമെങ്കിൽ അങ്ങേയറ്റത്തെ ബഹുമാനം വേണം. ബഹുമാനം എന്ന് പറയുന്നത് കൽബിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങേയറ്റത്തെ ബഹുമാനം കൽബിൽ വെച്ചുകൊണ്ടാണോ കഅബയെ ബഹുമാനിക്കുന്നത്? അല്ല. അങ്ങേയറ്റത്തെ ബഹുമാനം അല്ലാഹുവിന് മാത്രമാണ്. കഅബയോ, കഅബ അങ്ങേയറ്റത്തെത്തുന്നില്ല. കഅബ നമ്മുടെ നന്മക്കൊരു നിമിത്തം മാത്രമാണ്. നമ്മുടെ ദോഷം പൊറുക്കാൻ ഒരു കാരണമാണ് കഅബ. അതുകൊണ്ട് കഅബയെ ബഹുമാനിക്കുന്നു. അപ്പൊ നിമിത്തം എന്ന നിലക്കാണ് കഅബയെ ബഹുമാനിക്കുന്നത്. അതേ സമയത്ത് അല്ലാഹനെ ബഹുമാനിക്കുന്നതോ നിമിത്തം എന്ന നിലക്കല്ല, നന്മ നമുക്ക് പടച്ചു തരുന്ന പടച്ചവൻ എന്ന നിലക്കാണ്. ഇനി നിങ്ങൾ നോക്കൂ, ബാപ്പയെ ബഹുമാനിക്കുന്നു, പണ്ഡിതനെ ബഹുമാനിക്കുന്നു, വലിയനെ ബഹുമാനിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നു. സഹാബത്ത് എത്രത്തോളം ബഹുമാനിച്ചു? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അവിടുന്ന് കഴുകിയ വെള്ളം, അവിടുന്ന് ഒതുവെടുത്ത വെള്ളം അത് സഹാബത്ത് ശരീരത്തിൽ തൊട്ട് പുരട്ടുന്നു. അവിടുത്തെ ഉമിനീര്, ആ ഉമിനീര് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്, ഏത് രോഗത്തിനും ശമനമാണ്. അത് സാധാരണ ഉമിനീരല്ല, അത് സഹാബത്ത് ശരീരത്തിൽ തൊട്ട് പുരട്ടുന്നു. ഇത് ബഹുമാനമല്ലേ? പക്ഷേ അത് ശിർക്കല്ല, അത് ഇബാദത്തല്ല, അത് ബഹുമാനമാണ്. എന്തേ കാരണം? ഇവിടെ അതാ രോഗശമനം, ഏത് ഉപകാരം, ഏത് ഉപദ്രവം, എന്തും കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അത് സൃഷ്ടാവായ പടച്ചവനാണ്. അപ്പൊ നബിയോ, നബി നിമിത്തം മാത്രമാണ്. ബാപ്പ നമ്മുടെ നന്മക്ക് നിമിത്തമാണ്, ജന്മത്തിന് നിമിത്തമാണ്. ഉമ്മ നമ്മുടെ നന്മക്ക് നിമിത്തമാണ്. അമ്പിയാക്കൾ നമ്മുടെ നന്മകൾക്ക് നിമിത്തമാണ്. മലക്കുകൾ നമ്മുടെ നന്മക്ക് നിമിത്തമാണ്. അങ്ങനെ പലതും നമ്മുടെ നിമിത്തമാണ്. നിമിത്തങ്ങൾ എന്ന നിലക്ക് ബഹുമാനിക്കുന്നത് അത് ബഹുമാനമേ ആകുള്ളൂ. അതേ സമയത്ത് അതെല്ലാം പടച്ചു തരുന്നവൻ എന്ന നിലക്ക്, അതെല്ലാം തരുന്ന ഉടമസ്ഥൻ എന്ന നിലക്ക് ബഹുമാനിക്കുമ്പോൾ അത് ആരാധനയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം,
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും തന്നെ ഒരു നബിയെയോ ഒരു വലിയനെയോ ഒരു മലക്കിനെയോ അതേ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന നിലക്കോ എന്തെങ്കിലും നന്മകൾ സൃഷ്ടിച്ചു തരുന്നവരെന്ന നിലക്കോ ഒരു നബിയെയും നമ്മൾ ബഹുമാനിക്കുന്നില്ല. നന്മയുടെ നിമിത്തങ്ങൾ എന്ന നിലക്ക് മാത്രമാണ് ബഹുമാനം. നമ്മൾ അവരോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, അവരെ അതാ കണ്ടാലും കണ്ടില്ലെങ്കിലും, സിയാറത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ബറക്കത്ത് എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മളെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? എല്ലാം കൊടുക്കുന്ന രാജാവ് ഒന്നാണ്, എല്ലാം സൃഷ്ടിക്കുന്നവൻ ഒന്നാണ്. ഇതെല്ലാം പടച്ച റബ്ബ് നിശ്ചയിച്ച നിമിത്തങ്ങൾ മാത്രമാണ്. ഇവിടെ ശരിക്ക് ഇവിടെ അള്ളാഹുവിനോട് പങ്കേർക്കൽ ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും മക്കയിലെ മുശ്രിക്കുകളോ? മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെയല്ല. ജാലൂലില്ലാഹി ശുറകാ, ഖുർആൻ പറയുന്നു അല്ലാഹു തആലാക്ക് അവർ പങ്കുകാരെ വെച്ചിരിക്കുകയാണ്. പടച്ചവന് കൂറുകാരുണ്ടെന്നാണ് അവരുടെ വാദം. നമ്മൾ പോയിട്ട് തൽബിയത്ത് ചെല്ലുന്ന മക്കയിൽ നിന്ന് ലാ ശരീക ലക്, പടച്ചവനെ നിനക്ക് ഒരു വിധത്തിലുള്ള ഒരു കൂറുകാരനും ഇല്ല. അതേ സമയത്ത് മക്കയിലെ മുശ്രിക്കിന്റെ തൽബിയത്ത് എങ്ങനെ? ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, പടച്ചവനെ നിനക്ക് ഒരു സൈസ് കൂറുകാരുണ്ട്, ഇല്ലാന്നല്ല, നിനക്ക് ഒരു സൈസ് കൂറുകാരുണ്ട്, പങ്കുകാരുണ്ട്. അതാര്? നിന്റെ കീഴിൽ തന്നെയുള്ള ഒരു കൂറുകാരൻ. ഏതുപോലെ? ഉമ്മൻചാണ്ടിന്റെ കീഴിലല്ലേ കുഞ്ഞാലിക്കുട്ടി? ഉമ്മൻചാണ്ടിയുടെ കീഴിലല്ലേ മാണി? പക്ഷേ ഭരണത്തിൽ കൂറല്ലേ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, മാണി പറഞ്ഞിട്ട് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെയുണ്ടോ ഉമ്മൻചാണ്ടിക്ക് ഭരണം നടത്താൻ കഴിയുന്നു? സംഗതിയുടെ കീഴിൽ തന്നെ. ഇതുപോലെ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ ഭരണത്തിൽ കൂറുകാരായി ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, അങ്ങനെ പല ദൈവങ്ങളും ഉണ്ടെന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചു. ആ കൂറുകാരായതുകൊണ്ട് തന്നെ, പാർട്ണർമാരായതുകൊണ്ട് തന്നെ പടച്ചവനിൽ അവർ സ്വാധീനം ചെലുത്തും. അപ്പൊ പിന്നെ പടച്ചവന് അനുസരിക്കല്ലാതെ വയ്യില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞു ഹൗലായി സുഫആഉന ഇൻദല്ലാഹ്, ഞങ്ങൾ അല്ലാഹനെ ആരാധിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഈ ലാത്തയെ ആരാധിച്ചാൽ മതി, ഞങ്ങൾക്ക് എന്ത് വേണോ പടച്ചവനോട് സ്വാധീനം ചെലുത്തിയിട്ട് വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അല്ലാഹു തആല അവരെ ഗണ്ണിക്കുന്നത് നിങ്ങൾ കണ്ടോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഇല്ല, അങ്ങനെ പടച്ചവനെ സ്വാധീനിക്കാൻ ഒരാളുമില്ല. ദാലികുമുല്ലാഹു റബ്ബുക്കും, അല്ലാഹുവാണ് നിങ്ങളെ റബ്ബ്, ലഹുൽ മുൽക്കു, അവന് മാത്രമാണ് അധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, നിങ്ങൾ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് വിളിക്കുന്ന കുറെ ദൈവങ്ങളില്ലേ, ലാത്തയും ഉസ്സയും ഒക്കെ, ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലും അവർക്ക് ഉടമസ്ഥാവകാശമില്ല. ഇൻ തദ്ഊഹും, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ വിളി അവർ കേൾക്കൂല. വലൗ സമീഉ, ആ ദൈവങ്ങളെ കേട്ടു എന്ന് വേണം നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ആ ദൈവങ്ങൾ ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നിങ്ങൾ ആ പടച്ചവന്റെ കൂറുകാരാണെന്ന് ഇവരെ കൊണ്ട് പറഞ്ഞില്ലേ, പടച്ചവൻ ഒരു കൂറുമില്ല അവർക്ക് എന്ന് അവരെ ഖിയാമത്ത് നാളിൽ പ്രഖ്യാപിക്കുന്ന സമയം വരാനുണ്ട്. വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, ഇതുപോലെ പറഞ്ഞു തരുന്ന ഒരാൾ വേറെയില്ല. എന്തേ അല്ലാഹ് ഇത് പറയാൻ കാരണം? ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചു അവർ, ആരാധനക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിച്ചു. ആർക്കാണ് ആരാധനക്ക് അർഹതയുണ്ടാവുക? അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവർക്കാണ്. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? അത് അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ. മറ്റുള്ളവർക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് നിമിത്തങ്ങളാകാനേ കഴിയൂ. അതേ സമയത്ത് ഏത് നന്മയും സൃഷ്ടിച്ചു കൊടുക്കാൻ അല്ലാഹ്ക്കേ കഴിയൂ. ഏത് നന്മയും സൃഷ്ടിച്ചു കൊടുക്കാൻ അല്ലാഹ്ക്കേ കഴിയൂ. അതുകൊണ്ട് തന്നെ പടച്ചവൻ ഉദ്ദേശിക്കുമ്പോൾ, പടച്ചവൻ കൊടുക്കുന്ന കഴിവ് കൊണ്ട് ആരെങ്കിലും നമുക്ക് നന്മക്ക് നിമിത്തമായി പ്രവർത്തിക്കുന്നുവെന്ന് കരുതിയാൽ അവിടെ പടച്ചവനോട് പങ്കുചേർക്കുന്ന ഒരു പ്രശ്നമില്ല. അതിന്റെ പേരുള്ള ബഹുമാനം കൊണ്ടൊരിക്കലും അങ്ങേയറ്റ ബഹുമാനം വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ അല്ലാഹ് പറയാണ്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ലആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. മക്കയിലെ മുശ്രിക്കുകൾ ദൈവങ്ങളെ സ്ഥാപിച്ചു. എന്തിനാണ് ദൈവങ്ങളെ സ്ഥാപിച്ചത്? അവർ അമ്പിയാക്കളെ നിശ്ചയിച്ചു എന്നല്ല പറഞ്ഞത്, അവർ ഔലിയാക്കളിൽ വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്, അവർ മൗജിദത്തിൽ വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്, കറാമത്തിൽ വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്, ബറക്കത്തിൽ വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ, അല്ലാഹനെ കൂടാതെ ദൈവങ്ങളെ വിശ്വസിച്ചു. എന്തിനാണ് അവർ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചത്? ലഅല്ലഹും യുൻസറൂൻ, ദൈവങ്ങൾ മുഖേന സഹായം കിട്ടാനാണ്. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ വിളിയവർ കേൾക്കൂല. കാരണം കേൾപ്പിക്കുന്നവൻ ഒന്നേ ഉള്ളൂ.
കേൾപ്പിക്കുന്നവൻ ഒന്നേ ഉള്ളൂ. ആര് കേൾക്കണമെങ്കിലും അല്ല കേൾപ്പിക്കണം. ഈ ദൈവങ്ങൾ അല്ല കേൾപ്പിക്കൂല. ഇനിയോ ഒരാൾക്കൊരു ഉപകാരം ചെയ്യണമെങ്കിൽ ഉപകാരം അല്ല സൃഷ്ടിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിയൂല, കാരണം അല്ല സൃഷ്ടിച്ചു കൊടുക്കൂല. നിങ്ങൾ ലാത്തേയും മുസേയും 100 പ്രാവശ്യം വിളിച്ചിട്ട് എന്താ അള്ളാഹു തആല സൃഷ്ടിക്കണ്ടേ ഉപകാരം? അല്ല സൃഷ്ടിച്ചു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ അവകളെ വിളിച്ചിട്ടൊരു കാര്യവുമില്ല. ഓ സഹോദരന്മാരെ, അല്ലാതെ സൃഷ്ടിക്കുന്നവനില്ല. ഇതുകൊണ്ട് തന്നെ അല്ല പറയാണ് മുശ്രിക്കീങ്ങളോട്, ഖുൽ പറയൂ നബിയേ, റസൂലുള്ളാഹിയോട് പറയുന്ന മുശ്രിക്കീങ്ങളോട് പറയാൻ, ഖുൽ പറയൂ നബിയേ, അറൂനില്ലദീന അൽഹഖ്തും ബിഹി ശുറകാ, നിങ്ങളല്ലേ അള്ളാഹുവിന് കൂറുകാരുണ്ട് എന്ന് പറഞ്ഞത്, നിങ്ങളല്ലേ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞത്, അവരെനിക്കൊന്ന് കാണിച്ചു തരൂ. നിങ്ങൾ പറഞ്ഞ കൂറുകാരെ ഒന്ന് കാണിച്ചു തരൂ. കല്ലാ ബൽ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം, ഒരിക്കലും അള്ളാഹ്ക്ക് കൂറുകാരില്ല, ഒരു നിലക്കുള്ള കൂറുകാരുമില്ല. നിങ്ങൾ പറഞ്ഞില്ലേ അധികാരത്തിൽ കൂറുണ്ടെന്ന്, ലാത്തക്കും മിസ്സക്കും ഒക്കെ കൂറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലാഹു തആല പറയാണ്, ഇല്ലേ ഇല്ല. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹ് സൃഷ്ടിക്കുന്നവരുണ്ടോ? അല്ലാഹ് സൃഷ്ടിക്കുന്നവർ പിന്നെ എങ്ങനെ അല്ലാഹുവിന്റെ നിന്നല്ലാതെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമോ? മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. പടച്ചവനെ സ്വാധീനിച്ചിട്ട് വാങ്ങിത്തരൂന്നല്ലേ നിങ്ങളെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞത്? അല്ലാഹു തആല ഒരു അനുഗ്രഹം തുറക്കുന്നുവെങ്കിൽ അത് പിടിച്ചു വെക്കാനാർക്കും സാധ്യമല്ല. അല്ലാഹു ഒരു അനുഗ്രഹം പിടിച്ചു വെക്കുന്നുവെങ്കിൽ അത് ഇവിടെ പറഞ്ഞേക്കാനും കൊടുത്തേക്കാനും ഇവിടെ ആർക്കും തന്നെ സാധ്യമല്ല. അല്ല മാത്രമേ സൃഷ്ടാവുള്ളൂ. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, തികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് www.huburrasool.net